Hello guys, welcome back to my channel and welcome to episode 9 of our road trip series. അപ്പോൾ എപ്പിസോഡ് 9ലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്ന പോലെ നാസ വിസിറ്റൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ലഞ്ച് കഴിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഹിമാലയൻ താജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവിടെ പിന്നെ നല്ല വൈബ് ഉണ്ടായിരുന്നു ഗൈസ്. ഒരു പക്ക ഇന്ത്യൻ ഫീൽ തന്നെയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഇവിടെ ബഫേ സിസ്റ്റം ആയതുകൊണ്ട് നമുക്ക് ശരിക്കും അത് നന്നായും തോന്നി. അപ്പം ഞാൻ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടായിരുന്ന ഫുഡൊക്കെ കാണിച്ചു തരാം. അത്യാവശ്യം നല്ല ഫുഡൊക്കെ തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ വി ആർ ലീവിങ്. പിന്നെ നമ്മൾ വേറെ ഇവിടുന്ന് ഡ്രിങ്ക്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിപ്പോൾ വീണ്ടും നെക്സ്റ്റ് സ്പോട്ടിലേക്കുള്ള ജേർണി തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. ഹ്യൂസ്റ്റണിലൂടെ തന്നെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഹ്യൂസ്റ്റൺ ഹൈവേസ് ഒക്കെ ശരിക്കും അടിപൊളിയാണ്. പിന്നെ വെതർ ഇങ്ങനെ ചേഞ്ച് ആവാൻ വേണ്ടി നിൽക്കുന്ന പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ ഒന്നും പ്രതീക്ഷിക്കാൻ പറ്റില്ല നമുക്ക്. ചിലപ്പോൾ നെക്സ്റ്റ് മൊമെൻറ്റിൽ എങ്ങനെയാണെന്നുള്ളത് അതുപോലെ ഇങ്ങനെ മാറി മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ദിൽബർ സോങ്ങൊക്കെ അറിയാത്ത ഇന്ത്യൻസ് ആരും ഉണ്ടാവില്ലല്ലോ ഗൈസ്. അപ്പോൾ ആ സോങ്ങൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലത്തേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ശരിക്കും നമ്മൾ ഈ ഒരു പ്ലേസ് പ്ലാൻ ചെയ്തിട്ടൊന്നും ഇല്ലായിരുന്നു പോകാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് ഓൾറെഡി കുറേ ഡ്രൈവ് ഉണ്ടല്ലോ. പക്ഷേ ഈ പ്ലേസ് നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഉള്ളത്. അപ്പോൾ പിന്നെ നമ്മളിത് മിസ് ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ചിലതൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യാണ്ട് പോകുന്നതാണ് അതിനെ കൂടുതൽ ബ്യൂട്ടിഫുൾ ആക്കുന്നതെന്ന് എനിക്ക് ചിലപ്പോൾ തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഈ പ്ലേസ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം ഗൈസ്.
നമ്മളിപ്പോൾ നേരത്തെ മുതലേ കാണുന്ന ആ ടോൾ ടവറാണ് ഗൈസ്, വില്യംസ് ടവർ. അതിവിടുത്തെ ഫേമസ് ആയിട്ടുള്ള ടവറാണ്. അതിൻ്റെ അടുത്തേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. എന്തായാലും നമുക്ക് അടുത്ത് പോയിട്ട് എങ്ങനെയാണെന്നുള്ളതൊക്കെ കാണാം. അങ്ങനെ ഗൈസ്, ഇപ്പം നമ്മൾ ഏകദേശം നമ്മുടെ സ്പോട്ടിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മുതലേ നമുക്ക് ആ വാട്ടർ വാൾ പാർക്ക് ശരിക്കും കാണാമായിരുന്നു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഉള്ളതാണ് വില്യംസ് ടവറും ഗലേറിയ മോളൊക്കെ. അപ്പോൾ അതും ഇവിടുത്തെ ഒരു പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. നമ്മളങ്ങനെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് തിരിച്ചു വരാം. നമ്മൾ ഏകദേശം 1 മണിക്കൂർ എടുത്തിട്ടുണ്ട് ഗൈസ് ഇവിടെ എത്താൻ വേണ്ടിയിട്ട്. ട്രാഫിക്കും കൂടി ഉണ്ടായിരുന്നുകൊണ്ടാണ് അത്രയും ടൈം എടുത്തത്. ഈ വണ്ടിയിൽ ഇങ്ങനെ 2 സൈഡിലും കൈ പോലെയാണെന്ന് എനിക്ക് തോന്നി. എന്തോ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ എടുത്തുന്നേ ഉള്ളൂ.
അപ്പോൾ നമ്മുടെ സ്പോട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ഇതെന്തായാലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ് ഗൈസ്. ഇത് ഫേമസ് ആയിട്ടുള്ള വില്യംസ് ടവർ ആണ്. ഇത് നമുക്ക് ശരിക്കും ഇവിടെ നിന്ന് താഴെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇതിൻ്റെ അറ്റം പോലും കാണാൻ പറ്റുന്നില്ലായിരുന്നു, അത്രക്കും ടോളായിരുന്നു. ഹ്യൂസ്റ്റണിലെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്സിൽ ഒന്നാണിത്. 64 നിലകളുള്ള ഈ ബിൽഡിംഗ് സിറ്റിക്ക് പുറത്തുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും ടോളസ്റ്റ് ബിൽഡിങ്സിൽ ഒന്നാണ്. മുമ്പിലായിട്ട് നമുക്ക് കാണുന്നത് ടെക്സസിലെ ഏറ്റവും വലിയ ഷോപ്പിംഗ് മോളായ ഗലേറിയ മോളാണ് ഗൈസ്. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് ജെറാൾഡ് ഡി ഹൈൻസ് വാട്ടർവാൾ പാർക്കിലേക്കാണ്. അപ്പോൾ ഈ വാട്ടർവാൾ പാർക്കും ഇപ്പോൾ നമ്മൾ കണ്ട വില്യംസ് ടവറുമായിട്ടൊരു കണക്ഷൻ ഉണ്ട്. ഈ ടവറിന് 64 നിലകൾ ഉള്ളതുകൊണ്ട് തന്നെ ഈ വാട്ടർവാൾ പാർക്കിനും ഇവർ 64 ഫീറ്റ് ഹൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇവിടെ ഇങ്ങനെ സെൻറ്ററിൽ നിൽക്കുമ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. എല്ലാം കൂടി ഒറ്റ ഫ്രെയിമിൽ കാണുമ്പോൾ വേറെ തന്നെ ഫീലായിരുന്നു അത്. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ വില്യംസ് ടവറും ഗലേറിയ മോളും ഇപ്പുറത്തായിട്ട് വാട്ടർവാൾ പാർക്കും. ഈ സെൻറ്ററിൽ നിൽക്കുമ്പോൾ ശരിക്കും വേറെ തന്നെ ഒരു വൈബായിരുന്നു ഗൈസ്. ഈ വാട്ടർവാൾ പാർക്കിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നല്ല തണുപ്പും ഇതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ദിൽബറിൻ്റെ ലൊക്കേഷനാണ്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആ ഒരു ദിൽബർ വൈബ്സ് അടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സോങ് കണ്ടിട്ടുള്ളവർക്കൊക്കെ അറിയുന്നുണ്ടാവും ഈ ലൊക്കേഷൻ. അടിപൊളി വ്യൂ തന്നെയാണ് ഗൈസ് ഇത്. അപ്പോൾ ഇതാണ് ഗൈസ് ഇതിൻ്റെ ഉള്ളിലത്തെ ഒരു വ്യൂ. ശരിക്കും പറഞ്ഞാൽ വേറെ ഏതോ ഒരു വേൾഡിൽ നിൽക്കുന്ന പോലെയാണ് നമുക്ക് തോന്നിയത് ഇതിൻ്റെ അകത്ത് നിൽക്കുന്ന സമയത്ത്. കാരണം എല്ലാം മറന്നിട്ട് നമ്മളിങ്ങനെ ഇത് മാത്രമേ നമുക്ക് കാണുള്ളൂ, വേറൊന്നും കാണാൻ പറ്റില്ല. ആ ഒരു ഫീലായിരുന്നു. ശരിക്കും ഇതൊരു വേറെ തന്നെ എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിൻ്റെ അകത്തുള്ളത്. ഇത് ശരിക്കും ഒരു സിറ്റി ലൈഫിൽ ഒരു എസ്കേപ്പ് എന്ന് തന്നെ വേണം പറയാനായിട്ട് ഈ ഒരു വാട്ടർവാൾ പാർക്കിനെ. കാരണം ഇവിടെ ശരിക്കും ഒരു ബിഗ് സിറ്റി ആണല്ലോ. അപ്പോൾ ആൾക്കാർക്ക് ഇവിടെ ഒരു കാം ആൻഡ് ബ്യൂട്ടിഫുൾ ഫീൽ തന്നെയാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇപ്പോൾ പുറത്തൂടെ നടക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ നമുക്ക് വേറെ ഒന്നും കേൾക്കില്ല ഗൈസ്. കാരണം അത്രക്കും വലിയൊരു സൗണ്ടാണ് ഈ വാട്ടറിൻ്റെ. ഇത് ഇവിടുത്തെ ഒരു വൺ ഓഫ് ദ മോസ്റ്റ് ഫോട്ടോഗ്രാഫ്ഡ് പ്ലേസസ് ആണ്. ഒരു ഹിഡൻ എസ്കേപ്പ് തന്നെയാണ് മിഡിൽ ഓഫ് ദ സിറ്റിന്ന്. ഇതെന്തായാലും നമ്മളിവിടെ വന്നിട്ടില്ലെങ്കിൽ നമുക്കിത് മിസ്സാവുമായിരുന്നു ഗൈസ്. കാരണം അത്രക്കും ബ്യൂട്ടിഫുൾ ആയിരുന്നു ഇവിടെ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഈ ഒരു വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത വ്ളോഗിൽ വേഗം തന്നെ വരാം. ടെക്സസ് വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ ആയിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ഗൈസ് ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്.